ഉള്ളും പരവശമേറിയോൾ ഞാൻ വിചാരിച്ചില്ല ഈ പാട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും. എൻ്റെ ഫൈനലി ഒന്നും പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതങ്ങനെ ഭാഗ്യത്തിന് വന്നപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു റീച്ച്, ഞാനിങ്ങനെ ഈ പാട്ട് ഈ സാജിദക്കയുടെ ഒരു ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റയിൽ കണ്ടത്. ആ ഒരു പോർഷൻ ഇട്ട് തൊട്ടിലുറങ്ങുമ്പോൾ ആ ഒരു പോർഷൻ ഇട്ടത്. പക്ഷെ അതങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി. ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഒരുപാട് കൊളാബ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നന്നായിട്ട് പാടിയിട്ടുണ്ട് കുറേ പേര്. എനിക്ക് എത്തുന്നുണ്ടല്ലോ, എനിക്ക് എത്തുന്നുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ മൂവി എന്താണ് അത്ര ആളുകളിലേക്ക് എത്താഞ്ഞത് എന്നുള്ളൊരു സാധനം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ വിളിച്ച് പോയി കൽബ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയും. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് ക്രിസ്റ്റ കലയാണ്. ക്രിസ്റ്റ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. താങ്ക് യു. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് ഇപ്പം ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓഡിയൻസിനെ നമുക്ക് ആ പാട്ട് പാടി തന്നെ ക്രിസ്റ്റനെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, പാടിക്കോ. ഉള്ളും പരവശമേറിയോൾ റുഹാലെ നിന്നെ തൊടുന്നതും യോജിച്ചു തമ്മിലൂർന്നു നാം പ്രേമക്കടലിലാഴ്ന്നതും അരിശിൻ്റെ നാഥനായവൻ കരുണാമയൻ റബ്ബിൻ സ്നേഹിതൻ ഇബ്രാഹിം ഖലീലായവൻ ഇഹപരലോകനായകൻ തൊട്ടിലുറങ്ങുമ്പൊത്തെല്ലുമേ നോവാതെ നിന്നെയാട്ടി കണ്ണാലെ ചുംബിച്ചോതിയേ ഉള്ളാലെ നീറിനാദിയേ നിന്നാലെ ഞാൻ വിരിഞ്ഞതും പിന്നാലെ നീ പിരിഞ്ഞതും ഉമ്മാടെ പൊന്ന് തുമ്പേ പൊന്നാര പൊന്ന് ബീബി. അടിപൊളിയാണ്. ഇതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആവുന്ന നമ്മുടെ കൽബിലെ പാട്ടുകാരി ക്രിസ്റ്റ. ഇപ്പം ഒരുപാട് നല്ല റെസ്പോൺസ് ഇപ്പം സിനിമയ്ക്കും അതുപോലെ തന്നെ പാട്ടിനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പം തിയേറ്ററിക്കൽ റിലീസിന് കിട്ടാത്തൊരു വിജയമാണ് ഇപ്പോൾ OTT-യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്രിസ്റ്റയെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല സിനിമയിൽ പാടുന്നത്, ബട്ട് സ്റ്റിൽ ഒരു പാട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞ ഒരു പാട്ട് ഹിറ്റാവുന്നു. അതെ അതെ. അതപ്പോൾ ക്രിസ്റ്റയുടെ ലൈഫിന് അത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉണ്ട്? എനിക്ക് ഇപ്പം കുറച്ച് ഓൾഡായിട്ട് ഇരിക്കുകയാണ്. കാരണം ഭയങ്കര ഒരു റെസ്പോൺസാണ് ഈ ഒരു പാട്ടിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉയരെ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്, ഗോപി സുന്ദർ സാറിൻ്റെ മ്യൂസിക്കിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പാട്ട് കുറച്ചൊരു ട്രെൻഡിങ് ഒക്കെ ആയിരുന്നു. അതൊരു മോട്ടിവേഷണൽ സോങ് പോലത്തെ ഒരു പാട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്കായിരുന്നു. പിന്നെ അധികം ഫിലിമിലേക്ക് അങ്ങനെ അധികം പാട്ടുകൾ പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കായിട്ട് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൽബിൽ ഇപ്പം ഒരു 1 ഇയർ മുന്നേ ആണ് പാടിയതും. ഇപ്പം 1 ഇയർ ആവാറായില്ലേ, ജാനുവരിയിലായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ ആണ് പാടിയത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു പാട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ ഹസ്ബൻഡ് സൗണ്ട് എഞ്ചിനീയറാണ്, നിഖിൽ മാത്യൂസ് എന്നാണ് പേര്. ആള് പ്രകാശ് ചേട്ടൻ്റെ കൂടെ കുറേ വർക്ക്സിലൊക്കെ ഭാഗമായിട്ടുള്ള ആളാണ്. അപ്പം ആളാണ് കൽബ് മൂവി ഫുള്ള് പ്രീമിക്സ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ആള് വർക്കിനായിട്ട് പ്രകാശ് ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ കൂടെ പോയതാണ്, വെറുതെ പോയതാണ് കമ്പനി അടിക്കാനായിട്ട്. അപ്പം പ്രകാശ് ചേട്ടൻ പറഞ്ഞ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അപ്പോൾ അതൊരു ട്രാക്ക് ഉണ്ട്, വേറെ സിംഗേഴ്സ് പാടാനിരിക്കുന്ന, ജസ്റ്റ് നീ ഒന്ന് പാടി വെക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ പാടിയതാണത്. ആ ഒരു സമയത്ത് അത് ഭാഗ്യമായിട്ട് വന്നു ആ ഒരു സോങ്. ഇങ്ങനെ അതെൻ്റെ വോയിസ് ഫൈനൽ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അത് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ വന്നു.
ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി. അതെ അതെ അതെ. ഈ പ്രകാശ് ചേട്ടൻ ആദ്യം ജസ്റ്റ് ഒന്ന് പാടി വെക്കാനായിരുന്നു പറഞ്ഞതെന്നല്ലോ, എങ്കിൽ പോലും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പ്രകാശ് അലക്സിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രകാശനെ എനിക്ക് കുറേ നാളുകളായിട്ട് അറിയാം. ഞാൻ പ്രകാശനെ പരിചയപ്പെടുന്നത് ഹസ്ബൻഡ് വഴിയാണ്. നിഖിലേട്ടൻ പ്രകാശിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പ്രകാശേട്ടൻ്റെ ഒരുപാട് വർക്ക്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ ട്രാക്കും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൈലേട്ടൻ എഴുതിയ ഒരുപാട് പാട്ടുകൾ എനിക്ക് പ്രകാശേട്ടനും സുഹൈലേട്ടനും ഉള്ളൊരു കോമ്പിനേഷനിൽ കുറേ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. ട്രാക്കുകളും അതുപോലെ തന്നെ കുറച്ച് സിംഗിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പ്രകാശേട്ടൻ്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസാണ്. പ്രകാശേട്ടൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ആളാണ്. എപ്പോഴും നമ്മളെ ഒരിക്കലും ടെൻഷൻ അടിപ്പിക്കില്ല പാടാൻ നേരത്ത്. ഭയങ്കര കൂളാണ്. ഇത് പാടുന്ന സമയം എന്നോട് പറഞ്ഞിങ്ങനെ മരണമാണ് സിറ്റുവേഷൻ. പിന്നെ ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് ഞാനും എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. ഒരു ആതിര ജനകൻ എന്ന് പറഞ്ഞ ചേച്ചിയും എൻ്റെ അനിയത്തി, സ്വന്തം അനിയത്തി ക്രിസ്റ്റ ജ്യോതി, ഞങ്ങൾ ഒന്നിച്ചാണ് ഈ ഒരു കൽബ് മൂവിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് പാടിയേക്കുന്നത്. അതുപോലെ മൊഞ്ചത്തി സോങ്ങൊക്കെ. അപ്പോൾ ആ ഒരു എല്ലാ ഭാഗവും നമ്മൾ വിഷ്വലി കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ മൂവി ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വർക്ക് ചെയ്യണ സമയത്ത്. അപ്പോൾ ഓൾറെഡി മരണമാണ് സിറ്റുവേഷൻ എന്നുള്ള അറിയായിരുന്നു ഈ ഒരു പാട്ട് വരുമ്പോൾ. അപ്പോൾ ആ ഒരു ഫീലിൽ പിന്നെ ലിറിക്സും അത്രയും ബ്യൂട്ടിഫുള്ളാണല്ലോ സുഹൈലേട്ടനെ എഴുതിയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഫീലിൽ ലയിച്ചങ്ങോട്ട് പാടി. ഈ മൊഞ്ചത്തി പാട്ട് ഇതിന് ശേഷം പ്രകാശേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ പാടിയതായിരുന്നോ? മൊഞ്ചത്തി ഓൾറെഡി നമ്മൾ ഒരു ഇൻട്രോ സോങ് ആണ്, ഗ്രൂപ്പായിട്ടാണിത് ഉള്ളത്. ഒരു കോറസ് പോലത്തെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നിച്ച് പാടാൻ പോയതാണ്. അത് പക്ഷെ നോർമലി അത് ഭയങ്കര ട്രെൻഡിങ് ആയിപ്പോയി ആ ഒരു സമയത്ത്. മൂവി ഇറങ്ങിയ സമയത്ത് തന്നെ അത് ട്രെൻഡിങ് ആയി കഴിഞ്ഞ വർഷം. അതിലെ ഒരു സ്പീഡ് വേർഷൻ ഉണ്ടല്ലോ, അതൊന്നും പാടിത്തരാൻ പറ്റുമോ? അയ്യോ, അത് സുഹൈലേട്ടൻ ഞങ്ങളത് പാടാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് പാടിയത്. ഞാൻ ട്രൈ ചെയ്യാട്ടോ, ചിലപ്പോൾ തെറ്റിപ്പോവും. പക്ഷെ എന്നാലും ഞാൻ പാടാം. അത് ബിഗിനിങ് തുടങ്ങി. പുഴയോളം മുഞ്ച് പഹയാ പുള്ളണ് നെഞ്ച് പറയാനിന്നൊരു കഥയുണ്ടിവിടെ പണ്ടൊരു മുഞ്ചത്തി അമ്പിളി പോൽ ചീല് വെട്ടി വെളുക്കണ മേല് ചിരി നേരേ ചങ്ക് തുളക്കണ ഫാത്തിമ സുഹറാവേ പൊന്നിൽ തൂക്കണ പിന്നട കാണേ നെഞ്ചിൽ പൂക്കണ തൊന്തരവാണേ ചന്ദന ഗന്ധമുണർത്തണതാണേ പൊന്നല മിന്നണ ചന്തവുമാണേ മൊഴിനീരാണേ ചിരിതേനാണേ വേളിയിറങ്ങണ പെണ്ണിവളാണേ മംഗലമാണേ മാരണി ചാരി റൂഹമയങ്ങണ സുന്ദരി വേണേ അമ്പിളി പോൽ ചേല് വെട്ടി വെളുക്കണ മേല് ചിരി നേരേ ചങ്ക് തുളക്കണ പട്ടിലിവാസാണ് തനനന താനന തനനന 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 താനന തനനന തനനന തനനന. അത് ആ ബിഗിനിങ് ലൈനും വേറെ ഫാത്തിമ സുഹറാവിന്നും എൻ്റെ ലൈൻ പട്ടിലി ബാസാടുന്നു ആണ്. അങ്ങനെ അപ്പം അത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി രണ്ടും കൂടി. ഇതിൻ്റെ ഇപ്പം ഈ ഒരു സിംഗറും റൈറ്ററും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറും തമ്മിലുള്ള നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പാട്ടുകളും ഹിറ്റ് ആക്കുന്നത്. ഇതിന്റെ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇതിന്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത്, അത് കമ്പോസ് ചെയ്തിരിക്കുന്ന രീതി, ഇതിന്റെ നടുക്ക് നിൽക്കണം ഈ സിംഗർ എന്ന് പറയുന്നത്. ഇവരുടെ 2 പേരുടെയും കൂടെ വർക്ക് ചെയ്തിട്ട്, അതായത് ഓരോ വേർഡ്സും ഇപ്പം ഇതിൽ കുറച്ചുകൂടെ ഈ മുസ്ലിം ഓറിയന്റഡ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നതാ, അതിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വേർഡിന്റെ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചിലപ്പോൾ മീനിങ് തന്നെ മാറി. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയായിരുന്നു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത് ഇവരുടെ ഒപ്പം ഉള്ള വർക്കിംഗ് രീതിയിലും ഒക്കെ കൂടെ? സുഹൈലേട്ടൻ്റെ ലിറിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് സുഹൈലേട്ടൻ്റെ ലിറിക്സ് എല്ലാ പാട്ടുകളിലും നമ്മൾ കേൾക്കുമ്പം എന്ത് രസമായിട്ടാണ് എഴുതിയേക്കണേന്ന് നമുക്ക് തോന്നും. അപ്പോൾ സുഹൈലേട്ടൻ്റെ ലിറിക്സ് ആസ് എ സിംഗർ നമുക്ക് പാടാനും ഭയങ്കര രസമാണ്. നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അങ്ങോട്ട് പാടാം. പിന്നെ ഓൾറെഡി പ്രകാശേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിന് സെറ്റായിട്ടാണ് ആള് മ്യൂസിക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാടുമ്പോൾ ആ ഒരു ജേണി ഭയങ്കര രസമാണ്. അവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട്
നമ്മൾ ഒരുമിച്ചാണ്. സുഹൈലേട്ടൻ 1-2 വർക്ക്സിന് വന്നിട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ കൂടുതലും പ്രകാശനും ഞങ്ങളും കൂടിയിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് വർഷം മുന്നേ 2013 ഞാൻ ഒരു മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു, 14 രാവ് എന്ന് പറഞ്ഞിട്ട്, ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് കുറേ മുസ്ലിം പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ പേരൊക്കെ അറിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലിറിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയണ പോലെ കുറേ അറിയാമായിരുന്നു എനിക്ക് ഓൾറെഡി. പിന്നെ നമ്മുടെ കൂടെ പാടിയ മൊഞ്ചത്തിയൊക്കെ പാടിയ ഞാൻ പറഞ്ഞ ആതിര ചേച്ചിയും അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്കും, അവർക്ക് ഇത് ഈ മാപ്പിളപ്പാട്ട് വേർഡ്സ് ആയിട്ട് അങ്ങനെ അത്ര യൂസ്ഡ് അല്ല. പക്ഷെ എന്നാലും ഇതിനങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഒരുമിച്ച് അങ്ങനെ അങ്ങോട്ട് പാടി പ്രാക്ടീസ് ചെയ്ത്. അതെ 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 അതെ, നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് പാടിയത് ഓൾറെഡി. ഇപ്പം ഉയരെ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നായിരുന്നല്ലോ, ആ സമയത്ത് പക്ഷെ ലൈവ് പെർഫോമൻസും ബാൻഡിന്റെ ഭാഗമായിട്ടും അതൊക്കെ കാരണം വന്ന ബ്രേക്ക് ആയിരുന്നോ? ഇല്ലില്ല, അങ്ങനെയല്ല. നോർമലി ഉയരെ കഴിഞ്ഞിട്ട് പിന്നെ ഷൈലോക്കിൽ വന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടായിരുന്നു കുറച്ചൊരു ബ്രേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പണ്ട് മുതലേ ഷോസും ലൈവ് ഷോസും ബാൻഡ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഫിലിമിലേക്ക് പിന്നെ അങ്ങനെ അധികം വരാൻ പറ്റിയിട്ടില്ല. എങ്കിലും നമ്മൾ ഒരു 2018 മുതൽ ഇപ്പോഴും സ്റ്റിൽ ഗോപി സുന്ദർ സാറിൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ എല്ലാ മൂവിയിലും തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ട്രാക്കും ഒക്കെ പാടുന്നുണ്ട്. അങ്ങനെ ഇനിയും ഇപ്പം ഈ ഒരു പാട്ട് ഹിറ്റായി എല്ലാവരിലോട്ടും എത്തുന്നുണ്ട്. എനിക്കൊന്നും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ഈ അധികം ഒരുപാട് വലിയ പാട്ടുകാരല്ലാത്തവരാണെങ്കിൽ പോലും ഈ പാട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർക്കത് പാടാനായിട്ട് ഒരു ഓൺ വീഡിയോ തന്നെ എടുത്തിടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എത്തുന്നുണ്ടോ ശരിക്കും? ക്രിസ്റ്റയിലൊക്കെ എത്തുന്നുണ്ട്. ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഒരുപാട് കൊളാബ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നന്നായിട്ട് പാടിയിട്ടുണ്ട് കുറേ പേര്. എനിക്ക് എത്തുന്നുണ്ടല്ലോ, എനിക്ക് എത്തുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താ, ഇപ്പം ക്രിസ്റ്റ പാടിയ ഒരു പാട്ട് ഇത്രയും ആൾക്കാർ അത് ഏറ്റെടുത്ത് ആഘോഷം. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഇമോഷണൽ സോങ് ആണ്. എല്ലാവരും അതേ ഇമോഷനിൽ തന്നെയാണ് പാടുന്നത്. എല്ലാവരും കണ്ടിട്ട് ഇപ്പോഴും കരച്ചിലാണ്, 2 ദിവസമായിട്ട് കരയുന്നു എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് വരുന്നതും. ഇപ്പം ക്രിസ്റ്റ പാടിയിരുന്നു, ക്രിസ്റ്റയുടെ ഓൺ വോയിസിലുള്ള ഒരു സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരത് ഏറ്റെടുത്തു. ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ശരിക്കും എങ്ങനെ ആ ഇമോഷൻ എങ്ങനെ കൺവേ ചെയ്യും? എനിക്കത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ കുറേ ഞാൻ വിചാരിച്ചില്ല ഈ പാട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരും. എൻ്റെ ഫൈനലി ഒന്നും പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതങ്ങനെ ഭാഗ്യത്തിന് വന്നപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു റീച്ച്, ഞാനിങ്ങനെ ഈ പാട്ട് ഈ സാജിദിക്കയുടെ ഒരു ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റയിൽ കണ്ടത്. ആ ഒരു പോർഷൻ ഇട്ട്, തൊട്ടിലുറങ്ങുമ്പോൾ ആ ഒരു പോർഷൻ ഇട്ടത്. പക്ഷെ അതങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ അത് കുറേ ടാഗ് വരുന്നു, സ്റ്റോറീസ് വരുന്നു, ഭയങ്കര ഫീലാണെന്ന് കുറേ കമൻസ്, മെസ്സേജസ്. ഒരുപാട് പേര് കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്ന കുറേ പേര്, കുറേ നാളുകളായിട്ട് പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നീട് എൻ്റെ ഫോൺ നമ്പറൊക്കെ എവിടെ നിന്ന് തപ്പിയെടുത്ത് വിളിക്കുന്നു, ഒരുപാട് അപ്രിസിയേഷൻ പറയണോ. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ് ആണ്. ഇനിയും സിനിമയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ തന്നെയാണോ? സിനിമയിൽ പാടാനായിട്ട് ഇഷ്ടമാണ്, താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യനായിട്ട് നിൽക്കാനാണ് ആഗ്രഹം. പാട്ടുകൾ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഇപ്പം ഒരുപാട് ഷോസ്, ഇപ്പം ക്രിസ്റ്റയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, കുറേ ഷോസും ഒരുപാട് പെർഫോമൻസിൽ പല കൺട്രീസിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വലിയൊരു ഡൗട്ടാണ്, ഈ സിംഗേഴ്സ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൗണ്ടിനും അതിനൊക്കെ വരുന്നൊരു ചേഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ? അതെങ്ങനെ ബാലൻസ് ചെയ്യും? അത് ആദ്യം എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം UK ട്രാവൽ ചെയ്ത സമയത്ത് എനിക്ക് ഒട്ടും തണുപ്പൊക്കെ അടിച്ചിട്ട് എനിക്ക് പറ്റാണ്ട് പനിയൊക്കെ വന്ന്, പിന്നെ അതൊരു കണക്കിന് പെട്ടത് മരുന്നൊക്കെ കഴിച്ച് സെറ്റാക്കി. പിന്നെ കുറച്ച് ഗ്യാപ്പ്, ഇപ്പം UK ഷോസിന് പോകുമ്പോൾ നമ്മളൊരു 20 days അല്ലെങ്കിൽ 15 days അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ഒരു 3, 4, 5 ഷോസൊക്കെ ഉണ്ടാവും, കുറച്ചധികം ഷോസ് ഉണ്ടാവും. അപ്പം നമുക്ക് ചെന്ന ഉടനെ തന്നെ ഷോസിന് കയറേണ്ടി വരില്ല, ഒരു 2-3 ദിവസം ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലൈമറ്റായിട്ടൊക്കെ യൂസ്ഡ് ആവും. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ത്രോട്ട് പ്രോബ്ലം ഒക്കെ വന്നാൽ ആ ഒരു ദിവസങ്ങൾ കൊണ്ട് നമ്മളത് സെറ്റാക്കും എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നെ ഓരോ ക്ലൈമറ്റും മാറും, ചില സമയം പോലെ ത്രോട്ട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു കണക്കിന് അഡ്ജസ്റ്റ്
ഫീഡ് നോക്കിയപ്പോ ഒരു റാപ്പ് പാടിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. റാപ്പിനോടും താല്പര്യം ഉണ്ടെന്ന് അത് കണ്ടപ്പോ മനസ്സിലായി നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരു റാപ്പായ. അയ്യോ, എനിക്ക് റാപ്പ് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ പാടാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഒരു തവണ മറ്റേ ബേബി ജീൻ്റെ വല്ലാത്ത ജാതിയിലെ ഒരു പോർഷൻ പാടാൻ നോക്കിയിട്ടുണ്ട്. അത് നടന്നു ഭാഗ്യത്തിന് നടന്നു. പക്ഷെ അതിപ്പോ പാടാൻ പറഞ്ഞാല് ചിലപ്പോ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ലിറിക്സ് നോക്കി പാടിക്കും. ലിറിക്സ് നോക്കി പാടാൻ വേണമെങ്കിൽ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. പഞ്ചാര പാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട, കജ്ജും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന ചങ്കും വെട്ടും, മഞ്ചും മത്തും എറിഞ്ഞ പൊറണ വാടക പിള്ളേർ പറയണം നോക്കണ്ട, കുരവള്ളി പറിച്ചിട്ട് നായ്ക്കൾക്ക് തിന്നാനിട്ട പുണ്യം കിട്ടും. ബാപ്പ വന്ന് ചോദിച്ചാലും മാറൂല്ലട്ടോ ഇൻ്റെ മട്ടം, മുന്നിൽ വന്ന് പെട്ടാ പൊന്നെ അന്ന് നിൽക്കും എൻ്റെ ചാട്ടം. മാറി നിൽക്ക് മാമ പോട്ടെ, കയറി നിൽക്ക് കാറ്റ് പോട്ടെ, ചീഞ്ഞ മുട്ടയുടെ തോല് പോലെ ഒരു മോന്ത കടിച്ച് പാറി നിൽക്കല്ലേ, നാല് വിരലും കജ്ജി മുത്തി ഞാൻ മൂത്ത് കുത്തിയ ചോര തുപ്പും, പാര വെക്കാൻ പാലമിട്ടാൽ മാറി നിന്നോ പല്ലെടുക്കും, അരക്കിന് കീപ്പോട്ട് കെട്ടിയ മുണ്ടി ഞാൻ മടക്കി കുത്തിയ സീൻ പിറക്കും, പണ്ടാര തന്നൊരു തൊട്ടിൻ്റെ ബലത്തിൽ ഭരിക്കാൻ നിൽക്കേണ്ട കുടുംബം വെളുക്കും. ഭയങ്കര പാടായിരുന്നു പഠിക്കാനായിട്ട്. പിന്നെ ഞാൻ ആ ഒരു ഇരിപ്പിനെ ഒറ്റ ഇരിപ്പിനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് അത് പാടി. പിന്നെ ഞാൻ പാടിയിട്ടില്ല, പിന്നെ മറന്നുപോയി. അതാണ് കൺഫ്യൂഷൻസ്. റാപ്പ് ഇഷ്ടമാണോ പാടാനായിട്ട്? ആ, എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് റാപ്പ് പാടാൻ. ഇപ്പൊ സുഹൈലേട്ടൻ്റെ വരികൾ പാടുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ വരികളാണ്, നല്ല രസമാണ് പാടാനായിട്ട്. എനിക്കിഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് ഹിപ്പ് ഹോപ്പ് തമിഴയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോഴും ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലായിരുന്നു റാപ്പ് ഇതിനോട്. എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ എല്ലാരും വേടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു വേടനിലൂടെയാണോ റാപ്പുകൾ ഇഷ്ടപ്പെട്ടത്? ഇല്ല, ഞാൻ അതിനു മുന്നേ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹിപ്പ് ഹോപ്പ് തമിഴയുടെ അവിടെ ഒക്കെ പോയി. അവിടെ ഞാൻ ചെന്നൈയിൽ നിഖിലേട്ടൻ്റെ കൂടെ ഇടയ്ക്ക് പോവായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സമയം മുതൽ ഇങ്ങനെ റാപ്പ് കുറേ കേൾക്കും. അതിന് മുന്നേ ഇഷ്ടമായിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഇതിലേക്ക് ഒരു ഇതില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങനെ എപ്പോഴെങ്കിലും ഇനിയും സ്വന്തമായിട്ട് ഒരു ഓൺ റാപ്പ് ട്രൈ ചെയ്യണം എന്നൊക്കെ? റാപ്പ് ട്രൈ ചെയ്യാൻ എനിക്ക് എഴുതിയേക്കുന്നത് പാടാൻ വായിച്ച്, അല്ലാതെ എനിക്ക് എഴുതാനുള്ള കഴിവില്ല. എനിക്കത് അറിഞ്ഞൂടാ. എഴുതുന്നത് വായിക്കും അല്ലേ? എഴുതുന്നത് വായിക്കുമെന്നേ ഉള്ളൂ. ഒരു മ്യൂസിക് ഒരു പാട്ടുകാരി എന്നുള്ള ഒരു ലെവലിൽ ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും ട്യൂണൊക്കെ ഇങ്ങനെ മനസ്സിൽ വരാറൊക്കെ ഉണ്ടോ? ട്യൂണൊക്കെ വരാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഞാനും നേരത്തെ പറഞ്ഞ ആതിര ചേച്ചിയും കൂടെയായിട്ട് ഞങ്ങൾക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, മെലോ ട്രൈബ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞങ്ങളൊരു സിംഗിൾ ഒരു ഓണപ്പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മ്യൂസിക് ചെയ്തത് ഹസ്ബൻഡാണ്, പക്ഷെ നമ്മളെല്ലാരും കൂടെ ഇരുന്നിട്ട് തന്നെയാണ് അത് ചെയ്തത്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ. അതെ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ സിംഗിൾസ് ഒക്കെ ഇറക്കാറുണ്ട്. പിന്നെ ഇനിയിപ്പം കൂടുതലും ഓണം അങ്ങനെ ഒരു സമയത്ത് ക്രിസ്മസ് അങ്ങനെയൊക്കെയാണ് ഇറക്കാറ്. ഇനിയിപ്പം അല്ലാത്തുള്ള സോങ്സ് ഒക്കെ ഇറക്കി തുടങ്ങണം. ക്രിസ്മസ് അടുത്ത് വരാണല്ലോ, അപ്പം ക്രിസ്മസ് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടോ? ക്രിസ്മസ് ഈ വർഷം നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഒരു ക്രിസ്മസ് സോങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നു, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സോങ് കണ്ടിരുന്നു. അതെ. അപ്പൊ ഇനിയും അടുത്ത സിനിമ വർക്ക് വരാൻ പോകുന്നത് ഏതാ? സിനിമയിൽ കുറച്ച് ട്രാക്ക് പാടിയിട്ടുണ്ട്. ചിലപ്പം നെക്സ്റ്റ് മന്ത് ഒരു മൂവി ഒരു പാട്ട് വരും. എനിക്ക് പുറത്ത് പറയാൻ വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുക. ഇപ്പം നമ്മൾ കൽബിൻ്റെ കാര്യം തന്നെ ഒരു സിംഗർ പെർസ്പെക്റ്റീവിലല്ല, ഞാൻ അല്ലാതെ ചോദിക്കുന്നതാണ്. ഇപ്പം കൽബ് സിനിമ എന്തായാലും ഒരുപാട് വട്ടം കണ്ടതാണല്ലോ. കൽബ് തിയേറ്ററിൽ കിട്ടാത്തൊരു വിജയം ഇപ്പം കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു അതിനെ പറ്റി ക്രിസ്റ്റയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരുന്നതായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പാടിയപ്പോഴും. അതുകൂടാണ്ട് നമ്മൾ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ കണ്ടപ്പോഴും അപ്പോഴേ അറിയാം ഇമോഷണൽ മൂവി ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും കരഞ്ഞ് ആകെ സീനായി. അതിപ്പോൾ എത്ര കണ്ടാലും നമുക്കത് ആ ഇമോഷൻ ഭയങ്കരമായിട്ട് വരണ ഒരു മൂവിയാണ്. എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ മൂവി എന്താണ് അത്ര ആളുകളിലേക്ക് എത്താഞ്ഞത് എന്നുള്ളൊരു സാധനം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ വിളിച്ച് പോയി കൽബ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയും. എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ആ സമയം തന്നെ എല്ലാവരും കൽബ് കണ്ടിട്ടുണ്ട്.
പിന്നെ പിന്നെ അതങ്ങ് നിന്നു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പ്രതീക്ഷിച്ച ഒരു റീച്ച് കിട്ടിയില്ല. നല്ലൊരു മൂവിയാണ്, എന്നിട്ട് എന്തായിരിക്കും ആളുകൾ ഇത് ഏറ്റെടുക്കാഞ്ഞത്, അത്രക്ക് അങ്ങോട്ട് ഇതാവാഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, OTT-യിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ഇത് നല്ല ഒരു റെസ്പോൺസ് എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ OTT-ൽ ഇറങ്ങാനും ഞാൻ പ്രകാശനായിട്ട് ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ പ്രകാശനോട് ഞാൻ ചോദിക്കും OTT-ൽ എപ്പോഴും ഇറങ്ങും കൽബ്, ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും. പ്രകാശനം പറയും ഇറങ്ങും, അത് വൈകാതെ ഇറങ്ങും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് സാജിദ് അനൗൺസ് ചെയ്തത് അതിങ്ങനെ OTT-ൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ആ ഒരു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റ നോക്കിയിട്ട് മുഴുവൻ കൽബാണ്. ഫുൾ അതിൻ്റെ റീലുകൾ ഓരോരോ എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടാവും മൂവിയിൽ. നേഹയാണെങ്കിലും രഞ്ജിത്ത് ഏട്ടനാണെങ്കിലും ഒക്കെ എല്ലാവരും ഓരോരുത്തരെയും എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ബിഗിനേഴ്സ് ആയിട്ട് പോലും ഭയങ്കര രസമായിട്ട് അത് വന്നിട്ടുണ്ട് ആ മൂവി. അത് തികച്ചും സാജിദക്കയുടെ ഒരു ഇത് തന്നെയാണ്, ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും അത് പ്രതീക്ഷ വിജയം അന്ന് കിട്ടാത്തതിൽ വിഷമിച്ചു, ഇപ്പം അതിന്റെ ഇരട്ടി സന്തോഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. സത്യം. ഇപ്പം ഇത് എനിക്ക് മെസ്സേജ് അയക്കണവരും ഈ മൂവി എന്തൊരു മൂവിയാണ്, ഉറപ്പായി കരഞ്ഞിരിക്കും, കരയാത്തവർ പോലും കരഞ്ഞു പോകും, അത്ര ഇമോഷണലി ഇത് ഉള്ള ഒരു മൂവിയാണ്. അതെ, നമുക്കൊരു പാട്ടും കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാം. അതായത് നേഹ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആ പാട്ട് തന്നെ പാടിയിട്ടേ നമുക്കൊന്ന് പാടാതൊന്ന്. ഓക്കെ. ഉയരയിലെ പാട്ടില്ല. 18 വയസ്സിൽ വെളുപ്പാങ്കാലത്ത് രാവിലേറ്റപ്പോ കണ്ണാടി നോക്കിയപ്പോ എന്തൊരു സങ്കടം, എന്തൊരു ജീവിതം, മുന്നോട്ടെന്തിന് കാലിനടിയുന്നു മണ്ണിടിയുന്നു, ഒന്നും വേണ്ട ഒന്നും ഇനിയൊന്നും വേണ്ട. ആരോ വാതിലിൽ മുട്ടിയ പോലെ തുറക്കവെ തഴുകിയതായിരം ദീപം, വേറാരുമല്ല നമ്മുടെ സൂര്യൻ. രാത്രി കഴിഞ്ഞെന്ന് ഓതിയ അൻപൻ പയ്യാരം ചെല്ലാനൊപ്പം കൂടി കാറ്റും പിന്നെ ചിതറിയ മേഘം, പിന്നെ കണ്ടത് കടലിനെയാണ്, ലക്ഷം കോടി മണൽ തട്ടാകെ മായ്ച്ചും പുതുക്കിയും മെല്ലേയിരുന്നെൻ വിരലിനാൽ എഴുതി ഒന്നേ ഒന്ന് ഉയരേ ഒന്നേ ഒന്ന് ഉയരേ. അടിപൊളി. താങ്ക് യു. ഞാൻ എന്നോട് ചോദിച്ചിട്ട് ഇപ്പം നേഹ ഇപ്പം ഈ പാട്ട് പാടി, ഇപ്പൊ കൽബിലെ പാട്ടുകൾ പാടി, ഇപ്പൊ വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ടൈം ആകുമ്പോൾ അതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറുപ്പം മുതലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നില്ലേ ഒരു പാട്ടുകാരി ആവണം എന്നുള്ളത്? പിന്നെ ചെറുപ്പത്തിൽ മുതൽ ആര് ചോദിച്ചാലും ഇപ്പം സ്കൂളിലൊക്കെ നമ്മളോട് ചോദിക്കുമല്ലോ എന്താ അവിടെ നിന്ന്, അപ്പോഴും സിംഗറാവണം എന്ന് തന്നെ പറയുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ ഒരു ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഭയങ്കരമാണ്. എൻ്റെ ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ ഭയങ്കര മ്യൂസിക്കിനെ അത്രയും സ്നേഹിക്കുന്ന 2 ഫാമിലിയാണ്. അപ്പം അത്രയും എന്ത് കാര്യത്തിനാണെങ്കിലും ഭയങ്കര നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും അവർ. അപ്പം അതുകൊണ്ട് ഈ ഒരു ജേർണി ഇങ്ങനെ തുടർന്നു പോകാൻ പറ്റണം. താങ്ക് യു ക്രിസ്റ്റ. ഇപ്പം ഒരുപാട് സന്തോഷം. ഇപ്പം കൽബിലെ പാട്ട് ഞാൻ കൽബ് തിയേറ്ററിൽ തന്നെ കണ്ട ആളായിരുന്നു, അന്ന് നോട്ടീസ് ചെയ്ത് ഇപ്പം വീണ്ടും പാട്ട് ഇങ്ങനെ ഹിറ്റ് ആവുന്നതും സാജിദക്കയുടെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പാട്ട് എനിക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എന്തായാലും ഭയങ്കര താങ്ക്സ് ആണ് സാജിദക്കയോടും
പ്രകാശനോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ്. അതുപോലെ എന്നെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ച എന്നെ സുഹൈലേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ വലിയൊരു താങ്ക്സ്. ഓക്കെ, താങ്ക് യു ക്രിസ്റ്റ. നമുക്കിനി അടുത്ത ഇനിയും ഒരുപാട് വലിയ വലിയ ഹിറ്റുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.